ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് 3 പേർക്ക് ജീവപര്യന്തം. അമ്രേലി സെഷൻസ് കോടതിയാണ് ജീവപര്യന്തം തടവും പിഴയും വിധിച്ചത്. 2017 മൃഗസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരമാണ് വിധി. ശബസദാനന്ദനുണ്ട്. ശബസദാനന്ദൻ, വിചിത്രമായ വിധിയാണ്. ഒരു പശുവിനെ കൊന്നതിന് 3 മനുഷ്യർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു വിധി. ഒരു പശുവിനെ കൊന്നതിനാണ് 3 പേർക്ക് ജീവപര്യന്തം തടവും 18 ലക്ഷം രൂപ പിഴയും അമ്രേലി സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ വിധി വന്നതിന് പിന്നാലെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇതിനൊരു മാതൃകയായി കാണണം, ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഈ ശിക്ഷ വിധിക്കപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. 2023 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള വൻരാജ് മഞ്ചരിയ നൽകിയ ഒരു പരാതിയിൽ മേലാണ് ഈ പരാതി എടുക്കുന്നത്. അതായത് 3 പേർ പശുവിനെ കൊന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ മുനിസിപ്പൽ അഴുക്കുചാലിൽ തള്ളി ഹിന്ദു മത വികാരത്തെ വ്രണപ്പെടുത്തി എന്നായിരുന്നു ഈ പരാതി. ഈ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുക്കുന്നത്. അതായത് ഒരു പോലീസ് കോൺസ്റ്റബിൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുക്കുന്നത്. അതിനുശേഷം നടത്തിയ റെയ്ഡിൽ പശുവിന്റെ മാംസവും പിന്നെ കത്തിയും ഒക്കെ കണ്ടെടുത്തു എന്നും ഒക്കെയാണ് കേസ് പറയുന്നത്. എന്തായാലും ഈ കേസിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2017 ഗുജറാത്ത് സർക്കാർ പാസ്സാക്കിയിട്ടുള്ള മൃഗസംരക്ഷണ ഭേദഗതി നിയമപ്രകാരമാണ് ഈ സെഷൻസ് കോടതി വിധി നൽകിയിരിക്കുന്നത്. 2023 നടന്ന സംഭവത്തിന് മേലാണ് ഈ വിധി വന്നിരിക്കുന്നത്. എന്തായാലും കേസിൽ അപ്പീൽ നൽകുമെന്ന് ഈ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. 3 പേർക്കെതിരെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കാസിം ഹാജി സോളങ്കി, സാത്തർ ഇസ്മായിൽ സോളങ്കി, അക്രം ഹാജി സോളങ്കി എന്നിങ്ങനെ 3 പേർക്കെതിരെയാണ് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അരുൺകുമാർ, ഒന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. ബീഫ് എക്സ്പോർട്ടിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് പശുവിനെ കൊന്നതിന് 3 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യർക്ക് ഒരു വിലയുമില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്താൽ, ആ പെൺകുട്ടിയുടെ കുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്ത് നിലത്തടിച്ചു കൊന്നാൽ, അവരുടെ ബന്ധുക്കളെ അതിക്രൂരമായി വധിച്ചാൽ അവരെ വെറുതെ വിടുകയും ഒരു പശുവിനെ കൊന്നതിന്റെ പേരിൽ 3 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പശുവായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ചിലരെങ്കിലും അത്ഭുതപ്പെട്ടാൽ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പശുവിന് കൊടുക്കുന്ന വില പോലും നമ്മുടെ നാട്ടിൽ മനുഷ്യന് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. എന്താ പറയല്ലേ?